പ്രൈസ് ഗോഡ്. പ്രഭാത മന്നയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എത്ര വിശ്വസ്തൻ. കഴിഞ്ഞ ദിവസങ്ങൾ അനവധി സഹോദരങ്ങൾ പ്രയർ ലൈനിൽ വിളിക്കാനിടയായി തീർന്നു. പല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാൻ ദൈവം കൃപ തന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് നടക്കുന്ന ഈ പ്രാർത്ഥനയിലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസം സ്വർഗം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ദിവസം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ദിവസത്തേക്കിന് വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് വലിയ പ്രതീക്ഷയോടെ കിടക്കയിലേക്ക് കഴിഞ്ഞ രാത്രി പോയ അനവധി ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റില്ല. പലരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഉണർത്തി. ദൈവത്തെ സ്തുതിപ്പാൻ, ഈ ദിവസം കാണാൻ, ഈ ദിവസത്തെ നന്മകൾ അനുഭവിക്കാൻ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചു. ഓ, ആ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. എല്ലാവരും അല്പസമയം മൗനമായിരിക്കാതെ, നിങ്ങളായിരിക്കുന്നിടത്തെല്ലാം, നിങ്ങളുടെ വീടുകൾക്കുള്ളിൽ, മുറിക്കുള്ളിൽ, വാഹനത്തിനുള്ളിൽ, ഓഫീസിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആമേൻ, അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വലിയവൻ. ആമേൻ. അല്പസമയം മൗനമായിരിക്കാതെ, കഴിഞ്ഞ രാത്രി നല്ല വിശ്രമം ദൈവം നമ്മൾക്ക് തന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. അവൾ പറയുന്നു, നീതിമാന് ദൈവം ഉറക്കം കൊടുക്കുന്ന ഒരു വാക്യമുണ്ടല്ലേ. നല്ല ഉറക്കം തന്നെ ദൈവത്തിന്റെ ദാനമാണ്. എനിക്കറിയാം, 5-6 ഗുളികകൾ കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാത്തൊരു പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ദിവസങ്ങളോളം ഉറങ്ങാൻ സാധിക്കാത്തവർ, മാസങ്ങളോളം ഉറങ്ങാൻ സാധിക്കാത്തവർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ഉറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു കൃപയാണ്. നല്ലൊരു ഉറക്കം കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കൃപയാണ്. ദൈവത്താൽ അത് സംഭവിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ചില പാട്ടിന്റെ ഈരടികൾ നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ അല്പസമയം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. കാര്യം ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ സ്തുതികളെ മേൽ വസിക്കുന്ന ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. യേശുവേ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങ് മാത്രം ഞങ്ങളുടെ ദൈവം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഓ, അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിനല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നു പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാ. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ചേർന്ന് ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാ. ആരാധന ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന.
വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ശബ്ദമുയർത്തി ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. ഒന്ന് പറഞ്ഞ് യേശുവേ അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ അങ്ങ് മാത്രമാണ്. ആമേൻ. സങ്കീർത്തനങ്ങൾ 37 അതിന്റെ 11 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 37 അതിന്റെ 11 വാക്യം. സാംസ് 37 വേഴ്സ് 11. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. അപ്പൊ ബൈബിൾ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ 4-5 വട്ടം കർത്താവ് പറയുന്നുണ്ട് എങ്ങനെയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. അതിന്റെ അർത്ഥം ആമേൻ, ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന നന്മകളെ എങ്ങനെ കൈവശമാക്കാൻ പറ്റും. അപ്പം അതിനകത്ത് ഒരു പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളത് വായിച്ചു ഇല്ലേ? എന്താണ്? യഹോവയിൽ പ്രത്യാശയുള്ളവർ ഭൂമിയെ. രണ്ടാമത്തെ പോയിന്റ്, സൗമ്യതയുള്ളവർ, but the meek shall inherit the earth. കണ്ട, സൗമ്യതയുള്ളവർ. അതിന് ഈസി ടു റീഡ് വേർഷൻ, വായിക്കാൻ എളുപ്പമുള്ള പതിപ്പ് അതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഹംബിൾ പീപ്പിൾ വിൽ ഗെറ്റ് ദ ലാൻഡ് ഗോഡ് പ്രോമിസ്ഡ്. ഹംബിൾ പീപ്പിൾ എന്നാ. എളിമയുള്ള ആളുകൾക്ക് ദൈവ വാഗ്ദത്തം ചെയ്ത ദേശം ലഭിക്കും. അപ്പം എളിമ, ആമേൻ. അപ്പം സൗമ്യതയുള്ളവർക്കാണ് ദൈവം എന്ന് പറഞ്ഞ താഴ്മയുള്ളവർക്ക്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ദൈവമക്കളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് താഴ്മ എന്ന് പറഞ്ഞ ഹംബിൾനെസ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കണ്ടോ, പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും പറയുന്നു. യേശു കർത്താവ് എടുത്തു പറയുകയാണ്, തന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുക, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. Blessed are the meek, for they shall inherit the earth. Matthew chapter 5 verse 5. Hallelujah. അതിന്റെ പുതിയ പതിപ്പ് ആമേൻ വാക്യം നമുക്ക് വായിക്കാം. എളുപ്പം വായിക്കാനുള്ള ആ പുതിയ പതിപ്പ് ഇങ്ങനെയാണ്: താഴ്മയുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന. ഓ ഗാഡ്, താഴ്മയുള്ളവർക്ക് എന്തുണ്ടാവും? വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും.
ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് ബിലോങ് ടു ദോസ് ഹു ആർ ഹംബിൾ. താഴ്മയുള്ളവർക്ക് വലിയ ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമി അവർക്ക് ലഭിക്കും. അപ്പൊ ദൈവത്തിന് മുൻപിൽ താഴ്മയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. അപ്പം അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എന്ത് വേണം? പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നെന്താണ്? താഴ്മ. എല്ലാവരും പറഞ്ഞ് താഴ്മ. ഒരിക്കൽ കൂടെ പറഞ്ഞ് താഴ്മ. സന്തോഷത്തോടെ പറഞ്ഞ് താഴ്മ. ഫിലിപ്പിയ ലേഖനം നമുക്ക് എന്താണ് താഴ്മ എന്നത് ഉദ്ദേശിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതൽ വായിക്കാം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിലുള്ള ഭാവം. Verse 5, Philippians chapter 2 verse 5. Let the mind be in you which was also in Christ Jesus. Amen. ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ് ആ ഭാവം? ക്രിസ്തുവിലുള്ള ഭാവം നമുക്കൊന്ന് ചിന്തിക്കാം. എന്തായിരുന്നു ക്രിസ്തുവിന്റെ സ്വഭാവം? നമുക്കൊന്ന് ചിന്തിക്കാം. അതിന്റെ 6-ാം വാക്യത്തിലേക്ക് പോകാം മക്കളെ. അതിന്റെ 6-ാം വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇനി ക്രിസ്തുവിന്റെ ഭാവം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മൈൻഡ് ഒരു ഭാഗം ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാം. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ദൈവം ഉയർത്തിയത്? എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ദൈവം? അതിന്റെ ഒരു ഭാവം അവിടെ നോക്ക. ദൈവമായി സ്വർഗത്തിലിരുന്ന ക്രിസ്തു, ആമേൻ, അവിടെ ദൈവമായി തന്നെ ഇരിക്കാമായിരുന്നു. പക്ഷെ മനുഷ്യനായി ദാസരൂപം എടുത്തു. Praise God. ഈ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഏറ്റവും താണ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് അവിടെ വായിക്കുന്നത്. ഏറ്റവും താഴ്മയുള്ള താഴ്ചയിലേക്ക്, താണ അവസ്ഥയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. മനുഷ്യരൂപം എടുത്തു. മാത്രമല്ല മാനവരാശിയുടെ രക്ഷക്കായി ഒരു പാപിയായി തീർന്നു. ഓ, നിങ്ങളൊന്ന് ചിന്തിച്ച്. വിശുദ്ധനായിരിക്കുന്ന യേശു അല്ലെ, വിശുദ്ധനായിരുന്ന ക്രിസ്തു അല്ലേ, ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരൂപമെടുത്ത് ക്രൂശിൽ കയറി. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു അല്ലെങ്കിൽ യേശുവിനെ നീതിമാനായിട്ടല്ല നമ്മളിവിടെ കാണുന്നത്, പാപിയായ മനുഷ്യന്റെ പ്രതിനിധിയാ ക്രൂശിൽ കിടക്കുന്ന യേശു. എന്റെ നിങ്ങളുടെയും സകല ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടാണ് യേശു ക്രൂശിൽ കയറിയത്. അപ്പൊ ക്രൂശിൽ നമ്മൾ കാണുന്ന യേശു നീതിമാനല്ല, പാപിയായ യേശു, പാപിയായ മനുഷ്യനെയാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഫിലിപ്പിയ ലേഖകൻ ഇപ്രകാരം പറയുകയാണ്, ആമേൻ, യേശുദാ, ആമേൻ, സ്വർഗത്തിലെ മഹത്വത്തെ പിടിച്ച് അല്ലെങ്കിൽ അതിൽ നിൽക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് താഴ്മ ധരിച്ചു. മാത്രം അനുസരണമുള്ളവനായി പിതാവ് ഏൽപ്പിച്ചതിനെ പൂർണ്ണമായി അനുസരിച്ചു. ഞാനിങ്ങനെ ഓർക്കാറുണ്ട് മക്കളെ, ഗതസമന തോട്ടത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് യേശുവിന് അറിവ് കിട്ടിയപ്പോ, ഹല്ലേലൂയ, ആ പ്രാർത്ഥിക്കാനായി കയറിയപ്പോൾ, ആ പ്രാർത്ഥന സമയത്ത് തനിക്ക് നേരിടാൻ പോകുന്ന അറസ്റ്റും പിന്നീട് നേരിടാൻ പോകുന്ന വിചാരണകളും ആ ക്രൂശും മുൾക്കിരീടവും ആണിയും ചാട്ടവാർ കൊണ്ട് അടിയും
ആ നിന്ദകളും പരിഹാസങ്ങളും കാർക്കിത്തുപ്പലുകളും, താടിരോമങ്ങൾ പിടിച്ചു പറിക്കുന്ന വേദന, ഇതെല്ലാം കൂടെ തന്റെ ചിന്തയിലേക്ക് വരികയും പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് ഈ പാനപാത്രം, ഈ ക്രൂശ് ഒന്ന് മാറ്റിത്തരണം, ഈ ക്രൂശ് ഒന്ന് മാറ്റിത്തരണം. പക്ഷെ അടുത്ത പദം നമ്മളിങ്ങനെ വായിക്കുന്നു, എങ്കിലും പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു. യേശുവിൽ ഈ താഴ്മ വെളിപ്പെട്ടത് അവിടെയാണ്. അതാ നമ്മളിവിടെ വായിച്ചത്. കണ്ടോ, മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സ്വർഗത്തിലെ തന്റെ സകല മഹിമയെ വെടിഞ്ഞുകൊണ്ട് പിതാവിനെ അനുസരിക്കാൻ തയ്യാറായി. പിതാവിനെ അനുസരിക്കാൻ തയ്യാറായി ഭൂമിയിൽ വന്ന എന്തെല്ലാം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലോ അനുസരിക്കുക. അപ്പൊ അനുസരണം, ദൈവത്തെ അനുസരിക്കുന്നത് താഴ്മയുടെ ഒരു ലക്ഷണമാണ്. Come on. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? പാസ്റ്റർ, എങ്ങനെയാണ് ഈ താഴ്മ? എന്താണ് പാസ്റ്റർ ഉദ്ദേശിക്കുന്നത് താഴ്മ? ദൈവത്തെ അനുസരിക്കുന്നത് താഴ്മയുടെ ഒരു അടയാളമാണ്. Praise God. Hallelujah. ദൈവത്തെ അനുസരിക്കുന്നത് താഴ്മയുടെ ഒരു അടയാളമാണ്. നിനക്ക് മീതെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തരെ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ പ്രതിനിധികളായിരിക്കുന്ന അഭിഷക്തരെ അനുസരിക്കുന്നത് താഴ്മയുടെ ഒരു അടയാളമാണ്. ആമേൻ. മക്കളോട് പറയാം, മാതാപിതാക്കളെ അനുസരിക്കുന്നത്, അധ്യാപകരെ അനുസരിക്കുന്നതൊക്കെ താഴ്മയുടെ ഒരു. Praise God. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നു? എങ്കിലും ഓർത്തോ, വചനത്തിന് മീതെ അല്ല മനുഷ്യന്. ദൈവത്തെ അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. യേശു പിതാവിനെ അനുസരിച്ചത് കൊണ്ട്, താഴ്മ ധരിച്ചത് കൊണ്ട്, അടുത്ത വാക്യം എന്താ? അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. സകല നാമത്തിനും മേലായ നാമം നൽകി. കണ്ടോ, സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. അനുസരണത്തിലൂടെ ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവസന്നിധിയിൽ താണു നിന്ന യേശു, ആ യേശുവിനെ ദൈവം ഉയർത്തി. സകല നാമത്തിനും മീതെ ഉയർത്തി. സകല നാമത്തിനും. ആമേൻ. താഴ്മ ധരിക്കുന്നവനെ ഉയർത്താൻ പോവാ. അനുസരിക്കുന്നവനെ ദൈവം കൊണ്ട് ഉയർത്താൻ പോവാ. ഉയർത്തി. സകല നാമത്തിനും മീതെ ഉയർത്തി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പൊ താഴ്മ ധരിച്ച ക്രിസ്തുവിനെ, അനുസരണത്തിലൂടെ, പിതാവിനെ അനുസരിച്ചതിലൂടെ മോനെ, താഴ്മ ധരിച്ച ക്രിസ്തുവിനെ, യേശുവിനെ ദൈവം ഉയർത്തി. സൗമ്യതയുള്ളവർ, ഭാഗ്യവാന്മാർ, അവര് ഭൂമിയെ കൈവശം. ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തെ അവകാശമാക്കും. സ്തോത്രം. ഇന്ന് പകലത്തെ സന്ദേശം ശ്രദ്ധിക്കുക. ദൈവത്തെ അനുസരിക്കാൻ നീ തയ്യാറാകുമ്പോൾ, ആമേൻ, നീ ദൈവത്തിൽ താഴുകയാണ്. You are humbling yourself before God. ആ താഴ്മ നീ ധരിക്കുമ്പോൾ
ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ഭൂമിയെ നീ കൈവശമാക്കും. ഭൂമിയെ നീ സങ്കീർത്തനം 2:8 ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 2:8. എന്നോട് ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഭൂമിയുടെ അറ്റങ്ങളെ നീ എന്നോട് ചോദിച്ചു കൊള്ളുക. ഐ വിൽ ഗിവ് യു നേഷൻസ്. ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. ഐ വിൽ ഗിവ് യു നേഷൻസ്. രാജ്യങ്ങളെ ഞാൻ നിനക്ക് തരും. ഇന്ന് പകൽ ചില വ്യക്തികളുടെ ബിസിനസ്സുകൾ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു ദൈവം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്വർഗം എന്നെ ഇങ്ങനെ കാണിക്കുന്നു. ചില ബിസിനസ്സുകൾ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു ദൈവം. ഓ കം ഓൺ. ചില മിനിസ്ട്രികൾ, ചില ശുശ്രൂഷകൾ വിശ്വസിക്കാൻ പറ്റുമോ? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? സൗമ്യതയുള്ളവർ, ദൈവസ്ഥലിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, താഴ്മയുള്ളവർ. കർത്താവ് പറയുക, നിനക്ക് ദൈവം തന്നത് ഒരിടം കൊണ്ട് ഒതുങ്ങത്തില്ല, ഒരിടം കൊണ്ട് ഒതുങ്ങത്തില്ല, ഒരു സ്ഥലം കൊണ്ട് ഒതുങ്ങത്തില്ല. അത് വിശാലപ്പെടാൻ പോവാ. അതിന്റെ അതിരുകൾ വിശാലമാകാൻ പോവാ. വിശ്വസിക്കങ്ങോട്ട്. അതിരുകൾ വിശാലമാക്കാൻ പോവാ. സ്വർഗത്തിലെ ദൈവനോട് പറയുന്നു, ചില കുഞ്ഞുങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോകാൻ പോവാ, വിദേശ രാജ്യങ്ങളിൽ പോകാൻ പോവാ. നാളുകളെ നീ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളിലെ സ്വപ്നമാണ് ഉന്നതമായ ചില യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം, ഉന്നതമായ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം. സ്വദേശത്ത് മാത്രമല്ല, വിദേശങ്ങളിലൊക്കെ പോയി ചില അറിവുകൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ചില തലമുറകളുണ്ട്. ഞാൻ അവരെ കാണുന്നു ആത്മാവിൽ. പരിശുദ്ധാത്മാവ് പറയുക, ഇതാ വിദേശ രാജ്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കുന്ന സീസണാ. വിദേശ രാജ്യങ്ങൾ നിന്റെ മുന്നിൽ തുറന്നു വരിക യേശുവിന്റെ നാമത്തിൽ. വിദേശം നന്മകള്, അതിൻ്റെതായ അനുഗ്രഹങ്ങള് യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധൻ പറഞ്ഞ കടല് കടന്ന ചില അനുഗ്രഹങ്ങൾ, കടല് കടന്ന ചില അനുഗ്രഹങ്ങൾ ഇതാ നിന്നെ തേടി വരുന്നു. ഇതാ നിന്റെ ഭവനത്തെ തേടി വരുന്നു, നിന്റെ വീടിനെ തേടി വരുന്നു യേശുവിന്റെ നാമത്തിൽ. സൗമ്യതയുള്ളവർ അവർ രാജ്യങ്ങൾ അവകാശമാക്കി. പരിശുദ്ധനോട് പറയുന്നു, എന്നെ കേൾക്കുന്ന ചില തലമുറകൾ പൊളിറ്റിക്കലായി ചില ഉയർച്ചകൾ അവർക്ക് വരാൻ പോവാണ്. ചില രാഷ്ട്ര തലവന്മാരുമായി, ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ്, ഹെഡ് ഓഫ് നേഷൻസ്, രാജ്യങ്ങളുടെ തലവന്മാരുമായി അവരെ മീറ്റ് ചെയ്യത്തക്ക നിലയിൽ ചില ഉയർച്ചകൾ ചില മക്കൾക്ക് വരാൻ പോവാണ്. പരിശുദ്ധാത്മാവ് എടുത്തെടുത്ത് പറയുന്നു, ചില PhDകൾ ചില തലമുറകൾ കരസ്ഥമാക്കാൻ പോവാ. ചില വ്യക്തികൾ നാളുകളായി ആഗ്രഹിക്കുന്ന ചില PhDകൾ, ചില ഡോക്ടറേറ്റുകൾ. ബൈബിൾ പറഞ്ഞ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവം നിന്നെ മാനിക്കുന്നതിന്റെ അടയാളമായി ചില മാതാപിതാക്കളോട് ദൈവം പറയുന്നു, നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത വിദ്യാഭ്യാസം, ആർക്കുമില്ലാത്ത ഡിഗ്രികൾ, ആർക്കുമില്ലാത്ത വിദ്യാഭ്യാസ യോഗ്യതകൾ നിന്റെ തലമുറകൾക്ക് നൽകിക്കൊണ്ട്, നിന്റെ മക്കൾക്ക് നൽകിക്കൊണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ട് ദൈവം നിന്റെ തല ഉയർത്താൻ പോവാ. ദൈവം നിന്റെ തല ഉയർത്താൻ പോവാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ദൂതുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ?
ഈ പ്രഭാതത്തിൽ ദൂതുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ആമേൻ. ചില സെലക്ഷൻ ടെസ്റ്റുകൾ എഴുതാനായി ആമേൻ തയ്യാറാകുന്നവരുണ്ട്. PSC പോലുള്ള ചില സെലക്ഷൻ പരീക്ഷകൾ ടെസ്റ്റുകൾക്കായി തയ്യാറാകുന്നവരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിനുള്ള ജ്ഞാനവ്, അതിനുള്ള അറിവ് ഈ മക്കൾക്കുണ്ടാകട്ടെ. ഉയർന്ന വിജയത്തോടുകൂടി അവർ ആ സെലക്ഷൻ പരീക്ഷകൾ പാസ്സാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നീറ്റിനായി തയ്യാറാകുന്ന കുഞ്ഞുങ്ങളുണ്ട്, എൻട്രൻസ് എക്സാംസിനായി തയ്യാറാകുന്ന മക്കളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവർ വിജയിക്കട്ടെ, വിജയിക്കട്ടെ. അവർ മിടുക്കരായി പഠിക്കട്ടെ. ഓ, പഠിക്കുന്നത് ഓർമ്മയിലിരിക്കട്ടെ. നല്ല രീതിയിലെ പരീക്ഷകൾ എഴുതട്ടെ, പെർഫോം ചെയ്യട്ടെ. പ്രത്യേകിച്ച് 10ലും 12ലുമായി ഫൈനൽ എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡിഗ്രികൾ പരീക്ഷകൾ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉയർന്ന വിജയം, ഉയർന്ന നിലവാരത്തിലുള്ള വിജയം ഈ മക്കൾക്കുണ്ടാകട്ടെ, മക്കൾക്കുണ്ടാകട്ടെ. കർത്താവ്, ഇത് പരീക്ഷ സീസണാണ്. ഈ മക്കളെല്ലാം നല്ലതുപോലെ പഠിക്കട്ടെ. അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകാൻ പോകും. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളുമില്ല. ദൈവത്തിന് നമ്മളെ കൈവിടാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാര്യം ആമേൻ, ലോകത്തിലെ വെള്ളിയും പൊന്നും തന്നല്ല നമ്മളെ വീണ്ടെടുത്ത്, അതിലും വിലയേറിയ ക്രിസ്തുവിന്റെ രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്തു. സ്വന്തം ജീവൻ തന്ന നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ ദൈവത്തിന് കൈവിടാൻ പറ്റത്തില്ല. ചില ആൾക്കാർ ചില സമയം ചോദിക്കാറുണ്ട്, എന്നെ കൈവിട്ടോ കർത്താവേ, എന്നെ ഉപേക്ഷിച്ചോ ദൈവമേ? ഞാനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, മോനെ, എനിക്കൊരു വാക്കേ ഉള്ളൂ, എനിക്കൊരു വാക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാ. ഞാൻ നിനക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല, ഒരു നാൾ ഉപേക്ഷിക്കത്തില്ലെന്ന്. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ചാട്. അസാധാരണമായ ദൈവശക്തി ഇപ്പോൾ ശരീരങ്ങളിലേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവശക്തി ഇപ്പോൾ ഇറങ്ങുന്നു. സൗഖ്യം പ്രാപിക്കുക. ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നോ, be healed in Jesus name. സ്വർഗ്ഗം എന്നോട് പറയുന്നു, ചിലരുടെ ലൈഫിൽ നിന്ന് ഇരുട്ട് നീങ്ങിപ്പോവുക, ഇരുട്ടിന്റെ അവസ്ഥകൾ മാറിപ്പോകുന്നു. ഇതൊരു വെളിച്ചമുദിക്കുന്ന പകലാണ്, വെളിച്ചമുദിക്കുന്ന ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയെ, നിങ്ങൾ നടന്നു പോകുമ്പോഴൊക്കെ നിങ്ങളുടെ പുറയിൽ ഏതോ ഒരു ഇരുട്ട്, ഒരു ഇരുണ്ട രൂപം കൂടെ വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുക. ഇടയ്ക്കിടയ്ക്ക് നീ തിരിഞ്ഞു നോക്കുക. ആമേ, നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ, നീ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഒരുമാതിരി ഭയം നിന്നെ അലട്ടുന്നുണ്ട്. ഏതൊരു കർത്തരൂപം നിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ നിനക്ക് എപ്പോഴും തോന്നുക. ഇപ്പോൾ വിടുതൽ സംഭവിക്കുന്നു. അത് നിന്നെ എന്നേക്കും വിട്ടുപോകുന്നു. ദൈവശക്തി നിന്റെ ശരീരത്തിന് ഇപ്പോൾ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രാത്രി ഉറങ്ങുമ്പോൾ ഇത് പാമ്പ് കുത്താൻ വരുന്നത് പോലെ, പാമ്പ് നിന്നിട്ട് ഓടിക്കുന്നത് പോലെ, ആന കുത്താൻ വരുന്നത് പോലെ, പട്ടി കടിക്കാൻ വരുന്ന പോലെ ഒക്കെ ദുർസ്വപ്നങ്ങൾ കണ്ട്, മാത്രമല്ല ആരോ നിന്നെ കൊങ്ങയ്ക്ക് വന്ന് പിടിക്കുന്ന പോലെ, ശ്വാസം മുട്ടിക്കുന്നത് പോലെ, അപകടങ്ങൾ വരുന്നത് പോലെ, അനർത്ഥങ്ങൾ വരുന്നത് പോലെ, ആഴമേറിയ ഏത് കുഴിക്കകത്തോട്ട് നീ വീണു പോകുന്നത് പോലെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. ആമേൻ. നിനക്കെതിരെയുള്ള പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെയും
സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ശാസിക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രാർത്ഥിച്ച് ഇപ്പോൾ വിടുതൽ നടക്കുന്നു. ഇപ്പോൾ വിടുതൽ നടക്കുന്നു. ഇപ്പോൾ വിടുതൽ നടക്കുന്നു. ആമേൻ. വാഹന അപകടങ്ങൾ പോലെ നീ സ്വപ്നങ്ങൾ കാണുകയാണ്. കർത്താവിനെ കാണിക്കുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന ആമേൻ, ഏറ്റവും സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ സ്വപ്നം കണ്ട ആരോ ഉണ്ട്. ചില സമയത്ത് ശവപ്പെട്ടികൾ കാണുന്നവരുണ്ട് സ്വപ്നത്തിലൂടെ. ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. ആ പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. ഇത് മാറാൻ വേണ്ടി നീ പലയിടത്തും ചെന്നു. ഈ സ്വപ്നങ്ങൾ മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പൈശാചിക പ്രവർത്തി വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നീ പലയിടത്തും ചെന്നു. അവിടെ നിന്ന് കിട്ടിയത് പലതും നീ ഉപയോഗിച്ചു. പല ചരടുകൾ നീ കെട്ടി നടക്കുന്നു. അവിടുന്ന് പ്രാർത്ഥിച്ചു തന്ന, അല്ലെങ്കിൽ അവർ തന്ന ചില പലതും നീ കുടിച്ചു. വെള്ളം അത് ഇതൊക്കെ കുടിച്ചു. എന്നിട്ടൊന്നും നിനക്ക് വിടുതൽ കിട്ടുന്നില്ല. സ്വർഗത്തിൽ ദൈവം പറയാ, ഇപ്പോൾ യേശു നിന്നെ വിടുവിക്കാൻ പോവാ. യേശുവേ എന്ന് വിളിച്ചാട്ട്. ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ പോകുന്നവർ നിങ്ങളായിരിക്കുന്നിടത്ത് യേശുവേ എന്ന് വിളിച്ച് ഒരു നിമിഷം യേശുവേ ശബ്ദമുയർത്തി, യേശുവേ, ഒരിക്കൽ കൂടെ യേശുവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികളായിട്ടുള്ളവർ നെഞ്ചത്ത് കൈവച്ച് ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. ജീസസ് നെയിം. ഇത് നിങ്ങളുടെ ദിവസമാണ്, എൻ്റെ നിങ്ങളുടെ ദിവസമാണ്. സൗമ്യതയുള്ള യേശു പറഞ്ഞു, എൻ്റെ ദുഃഖമേറ്റ് പഠിപ്പീൻ. അല്ലേ, ഞാൻ സൗമ്യതയുള്ളവനാണ്. സൗമ്യതയുള്ള യേശുവിനെ ഉയർത്തിയതുപോലെ അനുസരിക്കുക ദൈവത്തെ. അനുസരണത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ പ്രസാദിക്കുകയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ നന്മകൾ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനും സാധിക്കും. God bless you. Have a great and wonderful day. ദൈവം ഈ ദിവസം നിങ്ങൾ ഓരോരുത്തരെയും ശ്രേഷ്ഠമായി നടത്തും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. God bless you. ദൈവം നിങ്ങളെ